ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി 84-ാം സങ്കീർത്തനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രത്യക്ഷമായ വ്യാഖ്യാനത്തിൽ പ്രവാസികളായ യഹൂദന്മാർക്ക് യെരുശലേം ദേവാലയത്തിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ആഴമേറിയ ദാഹം ഇവിടെ ദർശിക്കാം. എന്നാൽ ഇന്ന് നാം ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ സ്വർഗപ്രാപ്തിക്കായി വാഞ്ചിച്ച് ഗൃഹാതുരത്വം അനുഭവിക്കുന്നതായ തീർത്ഥാടകനായ ഭക്തൻ്റെ ആഗ്രഹമായി ഇതിനെ നമുക്ക് കാണാം. മനോഹരമായ ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് കോരഹ് പുത്രന്മാർ ആണ് എന്ന് ശീർഷകത്തിൽ നിന്നും മനസ്സിലാക്കാം. ആരാണ് കോരഹ് പുത്രന്മാർ എന്ന് പരിശോധിക്കാം. ഇസ്രായേൽ ജനത്തിൻ്റെ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ മരുഭൂമിയിൽ മോശയ്ക്കും അഹ്റോനുമെതിരായി മത്സരിച്ചവരിൽ നേതാവായിരുന്നു കോരഹ്. ലേവി ഗോത്രക്കാരനായിരുന്നു കോരഹ്. കോരഹിനോടൊപ്പം ദാഥാൻ, അബീരാം, ഓൻ എന്നിവരെ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞുവെന്ന് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ കാണാം. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ ദൈവത്തെ ഭയമുള്ളവരും ദൈവകൽപ്പന അനുസരിക്കുന്നവരും ആയിരുന്നു. സംഖ്യാപുസ്തകം 26-ാം അധ്യായം 11-ാം വാക്യം. അവർ പിൽക്കാലത്ത് ദൈവാലയത്തിലെ ഗായകരും വാതിൽ കാവൽക്കാരുമായി ശുശ്രൂഷ ചെയ്തു. ഈ വാതിൽ കാവൽക്കാരിൽ മെരാര്യർ, കെഹാത്യർ എന്നിങ്ങനെ 2 കൂട്ടർ ഉണ്ടായിരുന്നതായി 1 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഈ കോരഹപുത്രന്മാർ നിപുണരായ ഗായകരായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ വംശ പാരമ്പര്യയിൽ പെട്ടവരാണ് സുപ്രസിദ്ധരായ ഹേമാൻ, ആസാഫ്, യദൂഥാൻ എന്നിവർ. ഈ ഗായക വംശം ഏറെ നൂറ്റാണ്ടുകൾ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശീർഷകത്തിൽ നിന്നും ഈ സങ്കീർത്തനം ഗദ്യരാഗത്തിലാണ് ആലാപനം ചെയ്തിരിക്കുന്നത്. ഗദ്യരാഗത്തിനുള്ള 3 സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തനം 8, സങ്കീർത്തനം 81, സങ്കീർത്തനം 84 എന്നിവ. ഗദ്യരാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഗദ്യരാഗത്തെക്കുറിച്ച് 3 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഗത്യനായ ഗോല്യാത്തിനെ കുറിച്ച് പാടിയ പാട്ടാണ്. 2, ഗദ്യ എന്ന പദത്തിന് മൂലഭാഷയിൽ മുന്തിരിച്ചക്ക് എന്ന അർത്ഥം വരുന്നതിനാൽ മുന്തിരി കൊയ്ത്തുകാലത്ത് ഇത് പാടിയതായിരുന്നു എന്നും, 3-ാമതായി കൽദയ പരിഭാഷയിൽ ഗത്തിൽ നിന്നും കൊണ്ടുവന്ന കിന്നരത്തിന്മേൽ ദാവീദ് പാടിയ പാട്ടെന്ന് കൊടുത്തിരിക്കുന്നു. 42-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു സഹഗീതമാണ് 84-ാം സങ്കീർത്തനം. സങ്കീർത്തനം 84-ന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. സൈന്യങ്ങളുടെ യഹോവയെ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഈ സങ്കീർത്തനം എല്ലാ കാലത്തേക്കുമുള്ള ദിവ്യ ജീവന്റെ സംഗീതമാണ്. യാഗത്തിൻ്റെയും ശുശ്രൂഷയുടെയും കൃപയും മഹത്വവും വെളിപ്പെടുത്തുന്നതോടൊപ്പം സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തെ നമ്മുടെ ബലമായി അവതരിപ്പിക്കുന്നു. ഇത് ഒരു മോക്ഷയാത്രാ ഗീതമാണ്. ഇസ്രായേലിൻ്റെ ഭാവിയിലുള്ള വീണ്ടെടുപ്പ് മാത്രമല്ല, സഹസ്രാബ്ദ ദേവാലയത്തിലെ ആരാധനയും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ സങ്കീർത്തനം വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ഒന്നാമതായി ദൈവമന്ദിരത്തിൽ വസിക്കുവാനുള്ള അഭിവാഞ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക. അവാച്യമായ സൗന്ദര്യവും മാഹാത്മ്യവും അവർണ്ണനീയമായ മഹത്വവും ഉള്ള സ്ഥലമാണ് ദൈവമന്ദിരം. തിരുനിവാസം എത്ര മനോഹരമാണ്! സമാഗമന കൂടാരമാകട്ടെ, ദേവാലയമാകട്ടെ, അതിലെ തിരശീലയാകട്ടെ, ദൈവസന്നിധി ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമാണ്. ദൈവസാമീപ്യം അനുഭവിക്കുന്ന ഇടമാണ്. ദൈവാരാധനയിൽ ഉള്ളം, ഹൃദയം, ജഡം ഇവ ലയിച്ചു ചേരുകയാണ്. സങ്കീർത്തനങ്ങൾ 16:9 അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ആരാധനയുടെ മഹത്വമാണ് ഇവിടെ കാണുന്നത്. ജഡത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ചിന്തകൾ വെടിഞ്ഞ്
ദൈവത്തോട് ലയിച്ചു ചേരുന്ന അനുഭവം എത്ര ശ്രേഷ്ഠമാണ്. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, നിർജീവ വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടതല്ല. ഒരു ശില്പിയുടെയും കരവൈഭവമല്ല, പ്രകൃതി ശക്തികളല്ല. അവൻ ജീവനുള്ള ദൈവമാണ്. നാം ഈ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ദാഹിക്കുക മാത്രമല്ല, ആ ദൈവത്തെ, അവൻ്റെ നന്മകളെ ഉച്ചത്തിൽ ഘോഷിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രിയ സുഹൃത്തെ, ഈ ലോക ജീവിതത്തിൽ ദൈവാലയത്തിൽ, ദൈവസന്നിധിയിൽ ആരാധനയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും അവിടുന്ന് നൽകിയ എല്ലാ നന്മകളെയും ഘോഷിക്കുകയും ചെയ്യുന്ന നാം ഭാവിയിൽ ക്രിസ്തുവിനോടൊന്നിച്ച് യുഗായുഗങ്ങളായി ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന സത്യം മറന്നു പോകരുത്. രണ്ടാമതായി, ദൈവസന്നിധിയിൽ വസിക്കുന്നതിൻ്റെ ഭാഗ്യം. 84 സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ. കുരുകിൽ ഒരു വീടും മീനൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. സങ്കീർത്തനക്കാരൻ തന്നെ കുരുകിലിനോടും മീവൽ പക്ഷിയോടും തുലനം ചെയ്തിരിക്കുന്നു. കുരുകിൽ ഏകാന്തതയുടെ പ്രതീകവും മീവൽ പക്ഷി സ്വസ്ഥതയില്ലാതെ ശബ്ദമുണ്ടാക്കുന്ന പക്ഷിയുമാണ്. മറുപ്രയാണത്തിലായിരിക്കുന്ന ദൈവജനം ഏകാന്തത അനുഭവിക്കുന്നവരും വിശ്രമമില്ലാത്തവരുമാണ്. അവർക്കുള്ള അഭയകേന്ദ്രവും വിശ്രമസ്ഥലവും യഹോവയുടെ യാഗപീഠമാണ്, അവൻ്റെ സാന്നിധ്യമാണ്. സമാഗമന കൂടാരത്തിലും ദൈവാലയത്തിലും 2 യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് താമ്രയാഗപീഠവും മറ്റത് സ്വർണപീഠവും ആണ്. അതിൽ ഒന്നാമത്തേത് ക്രിസ്തുവിൻ്റെ മരണത്തെയും രണ്ടാമത്തേത് അവൻ്റെ പുനരുത്ഥാനത്തെയും കുറിക്കുന്നു. അവ നമ്മുടെ രക്ഷയ്ക്കായി രക്ഷകനായ ക്രിസ്തു ചെയ്ത രക്ഷണ്യ പ്രവൃത്തിയെ കുറിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ ഈ നിത്യരക്ഷയെ കരസ്ഥമാക്കിയ നാം മീവൽ പക്ഷിയെ പോലെ നിത്യവിശ്രാമം കണ്ടെത്താം. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം 31 വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ തലമുറകളും ഈ രക്ഷയുടെ ഓഹരിക്കാരായി തീരട്ടെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ദൈവജനത്തിന് ലഭിക്കുന്ന പരമപ്രധാനമായ ഭാഗ്യമാണ് നിത്യം കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക എന്നത്. നമുക്ക് മുമ്പായി കർത്താവിനോട് ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോൾ അവരുടെ വേർപാട് മൂലം ദുഃഖമുണ്ടെങ്കിലും അവർ അനുഭവിക്കുന്ന സ്വർഗ സന്തോഷം ഓർത്ത് നമ്മുടെ ഹൃദയങ്ങൾ പ്രത്യാശ നിർഭരമാകുന്നു. നമുക്ക് മുമ്പിൽ വയ്ക്കപ്പെട്ട നിത്യ സൗഭാഗ്യത്തിനായി അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം, അതിനായി നമുക്ക് ഉണരാം. 3, ബലത്തോടെ തടസ്സങ്ങളെ തരണം ചെയ്ത് ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നു. 84 സങ്കീർത്തനം 5 വാക്യം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഈ മോക്ഷയാത്രയ്ക്ക് ബലം ആവശ്യമാണ്. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. ഈ ദീർഘയാത്രയിൽ ശരീരവും മനസ്സും ക്ഷീണിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. എന്നാൽ കർത്താവ് തൻ്റെ അമിത ബലം അവരുടെ മേൽ പകർന്ന് അവരെ നടത്തും. എഫേസ്യ ലേഖനം 6 അധ്യായം 10 വാക്യം. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അതെ, ഈ മോക്ഷ യാത്രികരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളാണ്. ഈ ലോകം അവരുടെ വീടല്ല, അവർ അതിലാണെങ്കിലും ലോകത്തിനുള്ളവർ അല്ല. ഒരു ലക്ഷ്യസ്ഥാനം അവരുടെ ഓട്ടത്തിന് ഉണ്ട്. അത് സിയോനാണ്, ദൈവസന്നിധിയാണ്. നമുക്കും ഈ ലക്ഷ്യബോധത്തോടെ ഓടാം. 84 സങ്കീർത്തനത്തിൻ്റെ 6-7 വാക്യങ്ങൾ. കണ്ണുനീർ താഴ്വരയിലൂടെ കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. കണ്ണുനീർ താഴ്വര എന്നത് ഇംഗ്ലീഷിൽ ബാഖയുടെ താഴ്വര എന്നാണ് ഉള്ളത്. ബാഖ എന്നതിന് കണ്ണുനീർ എന്നാണ് അർത്ഥം. അത് ബാഖ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന താഴ്വരയാകാം. യെരുശലേമിലേക്കുള്ള മോക്ഷ യാത്രക്കാർക്ക് തരണം ചെയ്യേണ്ട കണ്ണുനീർ താഴ്വര വെള്ളമില്ലാത്ത ഒന്നാണ്. എന്നാൽ വിശ്വാസം,
അതിനെ ഒരു ജലാശയമാക്കി മാറ്റുന്നു. കണ്ണുനീരിന്റെ മധ്യേ പാടാനും കണ്ണുനീരിൽ പ്രത്യാശയുടെ മഴവില്ല് കാണുവാനും അവർക്ക് കഴിയും. ദുരന്തങ്ങളെ ജയങ്ങളായും ദൗർഭാഗ്യങ്ങളെ ചവിട്ടുപടിയായും മാറ്റും. അതിന് കാരണം മുൻമഴയാൽ അത് അനുഗ്രഹപൂർണം ആയിത്തീരുന്നു. മഴ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ഇവിടെ ആത്മാവ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ജനത്തിന് വെള്ളവും തണുപ്പും നൽകി ഉന്മേഷഭരിതരാക്കുന്നു. വെള്ളം ദൈവവചനത്തെ കുറിക്കുന്നു. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും അവർ ബലത്തിനുമേൽ ബലം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:16 അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ച് പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഈ മരുഭൂയാത്രയിൽ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. എത്ര പ്രത്യാശ നിർഭരമായ വചനം! ഈ ലോകത്തിൽ കർത്താവ് അനുവദിച്ചു തന്ന ആയുസ് കർത്താവിന് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ചെയ്ത ദൈവമക്കൾ അവന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നു. അന്ന് രാജാതിരാജാവും കർത്താതി കർത്താവുമായ പ്രിയന്റെ മുഖം കണ്ട് ആനന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യും. 4. ഒരു പ്രാർത്ഥന. സങ്കീർത്തനം 84:8-9 സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. സങ്കീർത്തനക്കാരൻ ആവേശത്തോടെ പ്രാർത്ഥിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവത്തിൽ തുടങ്ങി യാക്കോബിന്റെ ദൈവത്തെയും കാണിച്ചു തരുന്നു. സൈന്യങ്ങളുടെ ദൈവം ദൂതസഞ്ചയത്തിന്റെ അധിപനാണ്. യാക്കോബ് ചതിയനും വഞ്ചകനും അയോഗ്യനുമാണ്. സർവശക്തനായ ദൈവം പുഴുവായ യാക്കോബിന്റെയും ദൈവമാകിയാൽ ധൈര്യത്തോട് നമുക്കും കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാം. നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. ആക്ഷരീക അർത്ഥത്തിൽ അന്ന് ഇസ്രായേലിനെ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. ഹിസ്കിയാവോ യോശിയാവോ ദാവീദോ ആകാം. എന്നാൽ ആത്മീയ അർത്ഥമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ അഭിഷക്തനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖ കടാക്ഷമാണ് നമുക്ക് ഓരോരുത്തർക്കും തിരുസന്നിധിയിൽ നിർഭയം കടന്നു ചെല്ലുവാനുള്ള അധികാരപത്രം. 5. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഭാഗ്യം. സങ്കീർത്തനം 84:10 നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. സ്വർഗത്തിലായിരിക്കുന്നത് എന്തിനോട് തുല്യം? അവിടുത്തെ ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. യേശു ഇരിക്കുന്നിടത്തെ സ്വാതന്ത്ര്യം, സൗന്ദര്യം, സന്തോഷം, തേജസ് ഇവ അചിന്തനീയമാണ്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് ഏറെ നല്ലത്. കോരഹ്യരിൽ ചിലർ വാതിൽ കാവൽക്കാരായിരുന്നു എന്ന് ആരംഭത്തിൽ പറഞ്ഞിരുന്നുവല്ലോ. 1 ദിനവൃത്താന്തം 9:19 ദൈവസേവയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം ദൈവസന്നിധിയിൽ മഹത്തരമാണ്. ദൈവിക കൂട്ടായ്മയിൽ ചെലവഴിക്കുന്നതിനുള്ള ആത്മദാഹമാണ് ഇവിടെ വെളിപ്പെടുന്നത്. സങ്കീർത്തനം 84:11 യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. യഹോവയായ ദൈവം സൂര്യനെ പോലെ ഇരുട്ടിൽ പ്രകാശവും ചൂടേറിയ വഴിയിൽ പരിച പോലെ സംരക്ഷണവും നൽകുന്നു. ഈ യാത്രയുടെ ഓരോ ആവശ്യത്തിനും വേണ്ട കൃപ നൽകുകയും യാത്രയുടെ അവസാനത്തിൽ തേജസ്സോടെ നിത്യഭവനത്തിൽ തൻ്റെ മക്കളെ സ്വീകരിക്കുകയും ചെയ്യും. ഈ തീർത്ഥാടകന്റെ സ്വർഗീയ യാത്രക്കിടയിൽ ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. കാരണം നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. റോമാലേഖനം 8:32 സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ?
സങ്കീർത്തനം 84:12 സൈന്യങ്ങളുടെ യഹോവയെ നിന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ സങ്കീർത്തനത്തിന്റെ താക്കോൽ വാക്യമാണ് ഇത് മൂന്നാമത്തെ ഭാഗ്യവർണ്ണനയാണ്. വാക്യം 4-5. യിരെമ്യാ പ്രവചനം 17-7 യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത്. ധനത്തിലോ സൗന്ദര്യത്തിലോ സൈന്യത്തിലോ അല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് ഭാഗ്യമുള്ളവൻ. പ്രിയ സഹോദരങ്ങളെ, ക്ഷണികമായ ഈ ലോക ജീവിതത്തിനപ്പുറമായി ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ ജീവിതത്തെ പറ്റി വിശുദ്ധ ബൈബിൾ നമ്മെ ബോധവാന്മാരാക്കുന്നു. ഇന്ന് ഈ സങ്കീർത്തന പഠനം ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥ വിശദമാക്കുന്നു. ഈ ഭൂമിയിൽ പരദേശികളായി പാർക്കുന്ന നാം ഒരു തീർത്ഥാടകരാണ്. ദൈവമന്ദിരത്തിൽ വസിപ്പാൻ ഉള്ള അഭിവാഞ്ച നമുക്കുണ്ടോ? കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് തൻ്റെ മക്കൾക്കായി ഒരുക്കുന്നു. ഈ മരുപ്രയാണത്തിൽ തന്നെ കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തിന്റെ അവകാശികൾ ആയിത്തീരുവാൻ നാം ഒരുങ്ങേണ്ടതാണ്. യോഹന്നാൻ 1:12 യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവസന്നിധിയിൽ വസിക്കുന്നതിന്റെ ഭാഗ്യം നാം മനസ്സിലാക്കിയല്ലോ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ശോധനകളെയും പരീക്ഷകളെയും തടസ്സങ്ങളെയും നീക്കി ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും നമ്മെ ശക്തീകരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അവനിൽ നമുക്ക് പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ആശ്രയിക്കാം. നമ്മുടെ പരദേശ പ്രയാണത്തിൽ സൂര്യനും പരിചയമായി കൃപമേൽ കൃപ ചൊരിഞ്ഞ് തേജസ്സോടെ നിത്യഭവനത്തിൽ എത്തിക്കും. യുഗായുഗങ്ങളായി കർത്താവിനോടൊത്ത് വാഴുന്നത് എത്ര സന്തോഷകരമാണ്, ഭാഗ്യകരമാണ്. ഈ ഭാഗ്യപദവിക്കായി നമുക്ക് ഒരുങ്ങാം. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ സൗഭാഗ്യലബ്ധിക്കായി പരിശുദ്ധാത്മാവ് നമ്മെ സജ്ജരാക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ഇടയാക്കിയല്ലോ. സ്വർഗരാജ്യത്തിൽ കർത്താവിനോടൊന്നിച്ചുള്ള നിത്യജീവിതത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് പരമഭാഗ്യം എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ലോക ജീവിതത്തിൽ ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യ കെട്ടുപണിക്കുമായി ഞങ്ങളെ ഉപയോഗിക്കണമേ. അവിടുത്തെ മഹത്വ രാജ്യത്തിൽ ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളും കാണപ്പെടുവാൻ ഇടയാക്കണമേ. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് സഹായിക്കണമേ. ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഴക്കെടുതികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല പ്രദേശങ്ങളിൽ വേർപാടിന്റെ വേദന അനുഭവിക്കുന്നവർ, ചികിത്സയിലായിരിക്കുന്നവർ, നിരാലംബരായവർ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ദുരന്തങ്ങൾക്കിടയാക്കാതെ ഞങ്ങളുടെ ദേശത്തെ കാത്തുകൊള്ളണമേ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you, oh, I need
runs deep, your grace is more. Where grace is found is where you are. And where you are, Lord, I am free. Holiness is Christ in me.